മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും എന്താണോ പറയുന്നത് അത് സംഭവിക്കുകയാണ് ഈ എപ്പിസോഡിൽ. കണ്ണനിൽ നിന്ന് സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത്രയും നേരം പരിശ്രമിച്ചെങ്കിലും കണ്ണൻ ആ സത്യങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ് കേട്ടോ. എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും മോഹിനിയും പോയതിന് ശേഷം ഈ മഞ്ജു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഈ കണ്ണേട്ടൻ അവിടെ പോകുന്നതിന് നിങ്ങളെല്ലാവരും എന്തിനാണ് ഇത്രയധികം ഭയക്കണേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ലേഹയും അനന്തും ഒക്കെ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കരനെയാണെങ്കിൽ മുകളിൽ നിന്ന് ഇതൊക്കെ എല്ലാം കാണുന്നുണ്ട്, കണ്ണനൊപ്പം മഹാലക്ഷ്മിയും മോഹിനിയും പോണത്. അങ്ങനെ കരുണയാണെങ്കിൽ ആകെ ഭയന്ന് താഴേക്ക് വരുമ്പം വാമദേവനെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. വാമദേവനെ കണ്ടതും കരുണ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അമ്മാവ ഇവിടെ നടക്കണേ? അമ്മാവൻ എന്താ ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിന്ന് കണ്ണേട്ടൻ പോയിപ്പോൾ തടയണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ തടയാനാ മോളെ, ഞാൻ അവനോട് പറഞ്ഞതാ ഈ ചടങ്ങിൽ അങ്ങനെ പോകാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ ചടങ്ങ് തെറ്റിയാലും വലിയ കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ അവൻ പോയെന്ന് പറഞ്ഞു. അന്നേരം കരുണ പറയുന്നുണ്ട്, ഇനി കണ്ണേട്ടനെ കണ്ടു കഴിയുമ്പം അച്ഛൻ എന്തൊക്കെ പറയുമെന്ന് അറിയാൻ പറ്റില്ല. അച്ഛൻ കൊന്നു മാത്രമായിരിക്കില്ല, കൊല്ലിച്ചത് അമ്മാവനാണെന്നും പറയും. പിന്നെ കണ്ണേട്ടൻ കേസിനും പ്രശ്നത്തിനും പോവില്ല അമ്മാവാന്ന് പറയുമ്പം പിന്നെ കേസിന് പോവാതിരിക്കും. ഈ ലോകത്ത് കണ്ണനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് അവൻ്റെ അച്ഛനെയാണ്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾ എന്തൊരു ദുഷ്ടനാ, സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തേക്കണോ? എൻ്റെ അച്ഛൻ പിന്നെ കാശിന് വേണ്ടിയിട്ട് അത് ചെയ്തതെന്നെങ്കിലും വിചാരിക്കാം, നിങ്ങൾ സ്വന്തം പെങ്ങളെക്കുറിച്ച് പോലും ചിന്തിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതൊക്കെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പോയതല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും പ്രതാപൻ്റെ മുമ്പിലേക്ക് കണ്ണൻ എത്തിക്കഴിഞ്ഞാൽ പ്രതാപൻ എല്ലാ സത്യങ്ങളും കണ്ണനോട് പറയും, അതിനു മുമ്പായിട്ട് അത് തടയണമെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളുടെ മുത്തശ്ശിയെ വിളിച്ച് പറയാമെന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പ്രതാപൻ്റെ അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക, ഈ പ്രതാപനെ ഇനി എന്ത് ചെയ്യും? ഞാൻ അവൻ്റെ അമ്മായിമ്മ കൊന്ന കാര്യമൊക്കെ അവൻ എല്ലാവരോടും പറഞ്ഞാൽ കേസും പുല്ലാപ്പൊക്കെ ആയിട്ട് വയസ്സാം കാലത്ത് ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ട വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് വാമദേവൻ വിളിക്കുന്നുണ്ട്. വാമദേവൻ്റെ കോൾ കണ്ടതും ഈ വാമൻ എന്തിനാ ഇപ്പം എന്നെ വിളിക്കണേന്നും പറഞ്ഞ് മുത്തശ്ശി ഫോൺ എടുത്തതും വാമദേവൻ ചോദിക്കുന്നുണ്ട്, പ്രതാപൻ ഇപ്പം എന്തെടുക്കുവാന്ന് ചോദിക്കുമ്പം അവനിവിടെ റൂമിലുണ്ട്, എന്താണ് വാമ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അവിടെ കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, അവരെ തടയാൻ പറ്റിയില്ലെന്ന് ചോദിക്കുമ്പം ഞാൻ തടയാൻ ഒരുപാട് നോക്കിയത് അമ്മേ, പക്ഷേ കണ്ണൻ സമ്മതിക്കണ്ടേ. കണ്ണൻ പറയണത് കണ്ണനോട് പ്രതാപൻ എന്തൊക്കെയോ പറയാനുണ്ട്, അതെല്ലാം നേരിട്ട് കേൾക്കണമെന്നാണ് പറയണേന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നാൽ നീ നാളെ തന്നെ ജയിലിൽ പോകാൻ തയ്യാറായിക്കോ, കണ്ണൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതാപൻ കണ്ണനോട് സത്യങ്ങളൊക്കെ പറയും, എന്തായാലും ഞാനിപ്പോൾ അവൻ എന്തെടുക്കുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പ്രതാപൻ്റെ അമ്മ പ്രതാപൻ്റെ റൂമിൽ വന്ന് നോക്കുമ്പം പ്രതാപനാണെങ്കിൽ ഇങ്ങനെ കട്ടലിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ്റെ വായ എങ്ങനെ അടയ്ക്കും, ഇവിടെയാണെങ്കിൽ പ്ലാസ്റ്ററൊന്നും ഇരിക്കണില്ലല്ലോ, ഇനിയിപ്പോൾ ഇവനെ റൂമിലിട്ട് അടച്ചാൽ തന്നെ കണ്ണനൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ഇവൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ബഹളം ഉണ്ടാക്കും, എവിടെന്നെങ്കിലും കുറച്ച് പ്ലാസ്റ്റർ എടുത്തുകൊണ്ട് ഇവൻ്റെ വാ ഒട്ടിക്കുമായിരുന്നെങ്കിൽ ഇവൻ പിന്നെ കണ്ണനോട് സത്യങ്ങളൊന്നും പറയില്ലായിരുന്നു, കണ്ണനെ റൂമിലേക്ക് വിടാണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ അമ്മയെ കണ്ടിട്ട്, അമ്മ അങ്ങോട്ട് വാ അമ്മേ, അമ്മയോട് എനിക്ക് കുറച്ച് കാര്യം പറയാണ്ടെന്നും പറഞ്ഞ് പ്രതാപൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാടാ? അതല്ല അമ്മ മോഹിനിയുടെ അമ്മയെ കൊന്നതുപോലെ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ആ വിശ്വനാഥനെ എല്ലാ സത്യങ്ങളും എന്നോട് പറയും, പിന്നെ അമ്മ ജയിലിൽ പോയി കിടക്കേണ്ട വരും കേട്ടോ എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ മോഹിനിയുടെ അമ്മേനെ കൊന്നിട്ടൊന്നുമില്ലടാ, നീ എന്ത് വൃത്തികേട് ഈ പറയണേ, അവർ മരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം അവർ മരിച്ചതാ, മരിക്കാൻ കാരണക്കാരി അമ്മ. അന്നേരം നീ എന്തൊക്കെയാണ് പ്രതാപ ഈ പറയണേ, നീ നിൻ്റെ അമ്മയെക്കുറിച്ചല്ലേ പറയണേന്ന് ചോദിക്കുമ്പം അമ്മയും കരുണയും എല്ലാവരും ദുഷ്ടജന്മങ്ങളാണ്, എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരും കൊലയാളി മനസ്സുള്ളവരാ, ആകെ ഈ വീട്ടിൽ നല്ലവരുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മിയും മോഹിനിയും മാത്രമേ ഉള്ളൂ, അവർ മാത്രമാണോ അവിടെ നല്ലതുള്ളൂ, അപ്പം നിൻ്റെ കരുണമോള് മോശമാണോ എന്ന് ചോദിക്കുമ്പം എൻ്റെ മോളായിട്ട് പറയുമല്ല, അവളുടെ മനസ്സിലും എപ്പോഴും കൊല്ലണം എന്നുള്ള ചിന്തയുള്ളൂ. അപ്പം നീ പറഞ്ഞു വരുന്നത് മോഹിനിയും മഹാലക്ഷ്മിയും മാത്രമേ നല്ലവരുള്ളൂ എന്നാണോ എന്ന് ചോദിക്കുമ്പം മോഹിനിയും മഹാലക്ഷ്മിയും മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന അവരുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാവരും നല്ലതാണ്, ബാക്കി നമ്മളുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും കൊലയാളി മനസ്സുള്ളവരാണ്. ഇത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് തലയ്ക്ക് ഭ്രാന്ത് കൂടിയേക്കുവാണല്ലോ, ഇനി എന്തായാലും നിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നിന്നെ ഒരു പ്രാന്താശുപത്രിയിലാക്കണം, ഇല്ലെങ്കിൽ നീ എല്ലാവരുടെയും ജീവിതം തകർക്കുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാനായിട്ട് ആരുടെയും ജീവിതം തകർക്കുമൊന്നുമില്ല, പക്ഷേ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത തെറ്റ് കണ്ണനോട് വിളിച്ചു പറയും, അത് മാത്രമല്ല എന്നെ അതിനു വേണ്ടി നിർബന്ധിച്ചത് വാമദേവനാന്ന് ഞാൻ പറയുന്നു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ നീ ഒന്ന് ഒതുങ്ങ്, എന്തായാലും ഇന്ന് മഹാലക്ഷ്മിയുടെയും മോഹിനിയുടെയും കൂടെ കണ്ണനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് കേട്ടതും പ്രതാപൻ പറയുന്നുണ്ട്, കണ്ണൻ വരുന്നുണ്ടോ? അമ്മ പറഞ്ഞത് സത്യമാണോ? കണ്ണൻ വരട്ടെ, കണ്ണനോട് എനിക്ക് സത്യങ്ങളൊക്കെ പറയാലോ എന്നും പറഞ്ഞ് പ്രതാപൻ കിടന്ന് സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ
കണ്ണനും മഹാലക്ഷ്മി മോഹിനിയുടെ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മഹാലക്ഷ്മിക്കും മോഹിനിക്കും ആണെങ്കിൽ ഒരു സമാധാനമില്ല. വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രതാപൻ കണ്ണനോട് എന്തൊക്കെ പറയുമെന്നുള്ള പേടി തന്നെയാണ്. അങ്ങനെ ഇവരൊന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മയും മകളും ഒന്നും മിണ്ടണില്ലല്ലോ, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ, തനിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, എന്താടോ എന്ന് ചോദിക്കുമ്പം ഇല്ല കണ്ണേട്ടാ ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാനും കൂടി നിങ്ങളുടെ കൂടെ വന്നതുകൊണ്ടാണോ അമ്മയും മിണ്ടാണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പം അതെന്താ മോനെ അങ്ങനെ പറയണേ, മോൻ വന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ, പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നും അല്ല മോനെ, അവിടെ വരുമ്പോൾ പ്രതാപേട്ടൻ മോനോട് എങ്ങനെ പെരുമാറും എന്നുള്ള പേടി കൊണ്ടാണ് ഞങ്ങൾ വിഷമിച്ചിരിക്കണേ, അതിനെന്താ അയാളുടെ സമനില തെറ്റിയേക്കുവന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇനിയിപ്പോൾ അയാൾ എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്കത് ഫീൽ ചെയ്യൊന്നുമില്ല അമ്മേ, അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ടാന്ന്. ഈ സമയത്ത് നമ്മളുടെ അനന്തവും ലേഹയും സാഹറും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അന്നേരം ലേഹ ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടം പോയി കഴിഞ്ഞാൽ പ്രശ്നമാവില്ല അനന്തുവേട്ടാന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ലേഹെ, എന്തായാലും അവനെ നമുക്ക് ഇതിൽ കൂടുതൽ തടയാനൊന്നും പറ്റില്ലല്ലോ, ഇപ്പം തന്നെ മഞ്ജു ചോദിച്ചത് കേട്ടില്ലേ, കണ്ണേട്ടൻ അങ്ങോട്ട് പോണേന്ന് നിങ്ങൾ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേന്ന്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ മഞ്ജു എങ്ങാനും അത് കേട്ടാൽ അവൾക്ക് സംശയമാവും എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട്, അത് ശരിയാ, മഞ്ജുവിൻ്റെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര സങ്കടമാണ്, അതുകൊണ്ട് അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നും ആ സമയത്ത് മഹാലക്ഷ്മി പ്രതാപൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും മഞ്ജു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏടത്തിയെ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി അവൾ ഏടത്തിയെ വെറുക്കും, അതുകൊണ്ട് ഒരിക്കലും മഞ്ജു സത്യം അറിയാൻ പാടില്ല. അന്നേരം ലേഖ പറയുന്നുണ്ട്, മഞ്ജു പറയുന്നതിനേക്കാളും അപകടം കണ്ണേട്ടനെ അറിഞ്ഞ, കണ്ണേട്ടൻ്റെ അച്ഛനെ സ്നേഹിച്ച അത്ര ഈ ലോകത്ത് ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ പ്രതാപനാന്ന് അറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ആ സമയത്ത് പ്രതാപൻ്റെ കൂടെ മഹി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ കണ്ണേട്ടൻ അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം കണ്ണേട്ടൻ അച്ഛനെ പോലെ തന്നെ മഹിയെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹി ഈ ഒരു സത്യം കണ്ണേട്ടനിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് അറിഞ്ഞാൽ കണ്ണേട്ടനെ മഹി ചതിച്ചു എന്നാവൂലേ, അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം മറച്ചു വയ്ക്കാൻ കൂട്ടു നിൽക്കണേ. ആ സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട്, എന്നാലും ഈ അമ്മാവൻ എന്തിനാ നമുക്ക് കൂട്ടു നിൽക്കണേ, ഈ പ്രതാപനാണ് കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നതെന്ന് അറിഞ്ഞിട്ട് അമ്മാവൻ അതിനെതിരെ ഒന്നും ചെയ്തില്ലല്ലോ, എന്തായാലും സഹോദരിയോട് സ്നേഹമുള്ള ആളല്ലേ അയാൾ, അപ്പോൾ സഹോദരിയുടെ ഭർത്താവിനെ കൊന്നത് പ്രതാപനാന്ന് അറിഞ്ഞപ്പം അയാളത് ഉണ്ണിയുടെ അമ്മേനെയൊക്കെ അറിയിക്കേണ്ടതല്ലേ, എന്തുകൊണ്ടാണ് അയാൾ അതൊക്കെ മറച്ചു വയ്ക്കണേന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കുന്നത്, അയാളത് അറിഞ്ഞിട്ട് അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കണ്ടില്ല, അല്ല അനന്ത് സാറേ അയാൾ ആ പ്രതാപനെ കുറേ ഇടിക്കുകയൊക്കെ ചെയ്തല്ലോ എന്ന് പറയുമ്പം അതൊക്കെ ചെയ്തു, പക്ഷെ അല്ലാണ്ട് കേസിന് പോണ കാര്യം ഒന്നും അയാൾ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ ലേഖ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇയാളുടെ അറിവോട് കൂടിയായിരിക്കുമോ ഈ പ്രതാപൻ കൊന്നതെന്ന് ചോദിക്കുമ്പം അതും സംശയിക്കേണ്ടിയിരിക്കുന്നു, കാരണം കണ്ണൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഈ അമ്മാവനും കണ്ണൻ്റെ അച്ഛനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് കണ്ണൻ്റെ അച്ഛൻ മരിച്ചത്, അതുകൊണ്ട് തന്നെ ഇനി ഇയാൾ കമ്പനിയിൽ എന്തെങ്കിലും കൃത്രിമം കാട്ടിയിട്ട് കണ്ണൻ്റെ അച്ഛൻ അത് കണ്ടുപിടിച്ചതുകൊണ്ട് ഈ പ്രതാപനെ കൊട്ടേഷനെ ഏൽപ്പിച്ചതാണൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും നമ്മളതെല്ലാം കണ്ടുപിടിക്കണം അനന്തു സാറേ എന്ന് പറയുമ്പം ഞാൻ അധികം വൈകാതെ അതിൻ്റെ എല്ലാ സത്യാവസ്ഥയും കണ്ടുപിടിക്കും, കണ്ണൻ അറിയണത് വരെ ഇത് രഹസ്യമായിട്ടിരിക്കുള്ളൂ, കണ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സത്യങ്ങളും വെളിയിൽ വന്നോളൂ എന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്തായാലും മഹിയുടെ പ്രസവം കഴിയണവരെയും കണ്ണേട്ടൻ ഇത് അറിയാതിരുന്നാൽ മതിയായിരുന്നു, കണ്ണേട്ടൻ അറിഞ്ഞാൽ മഹിയോട് എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, പിന്നെ കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ മഹിയോട് എന്ത് പറഞ്ഞാലും കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് കണ്ണേട്ടനെല്ലാം മറക്കുമായിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ പ്രതാപൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇറങ്ങാണ്. ആ സമയത്തും മഹാലക്ഷ്മിക്കും മോഹിനിക്കും നല്ല പേടിയുണ്ട് ഈ പ്രതാപൻ എങ്ങനെ പെരുമാറുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കണ്ണനും ഇറങ്ങിയതിന് ശേഷം ഇവരിങ്ങനെ നിൽക്കണ കാണുമ്പം നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കണേ, അകത്തേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാ മോനും വാന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണനെയും മഹാലക്ഷ്മിയെയും മോഹിനി അകത്തേക്ക് കയറ്റിക്കൊണ്ടുണ്ടാവുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് കണ്ണൻ മോനും ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ, എന്തായാലും നിങ്ങൾ വന്നതല്ലേ അകത്തേക്ക് വാന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ആ പ്രതാപൻ എവിടെ, അയാളെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവനിവിടെ ഉണ്ട്, അവൻ കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്ന സമയത്ത് ഇന്ന് അയാൾ വീട്ടിൽ വന്നിരുന്നു, അയാൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്, മെയിനായിട്ടും അയാൾ പറഞ്ഞത് എൻ്റെ അച്ഛനെക്കുറിച്ചാണ്, എനിക്ക് അയാളെ കണ്ട് നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും മോഹിനി മഹാലക്ഷ്മിയൊക്കെ ആകെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ മോഹിനിയുടെ നേരെ നോക്കി എന്താടി ഇതൊക്കെയെന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട്, അത് മോനെ ഇപ്പം തന്നെ കാണാനൊന്നും പോകണ്ട, പ്രതാപേട്ടൻ ഉറങ്ങല്ലേ, ഉറക്കത്തിൽ വിളിച്ചണിപ്പിച്ചാൽ വയലൻ്റ് ആവും, അതുകൊണ്ട് പ്രതാപേട്ടനെ എഴുന്നേൽക്കുമ്പോൾ മോനക്ക് പോയി കാണാമെന്ന് പറയണം. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, എന്നാൽ
അയാൾ എഴുന്നേക്കണ വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അയാളെ കണ്ട് സംസാരിച്ചിട്ട് ഞാനിനി തിരിച്ചു പോകണുള്ളൂ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മിക്കും മോഹിനിക്കൊക്കെ നല്ല പേടിയാവുന്നുണ്ട്. പിന്നീട് മോഹിനി അടുക്കളയിൽ പോയി ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മഹാലക്ഷ്മി എന്നിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി കണ്ണേട്ടനെ അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അയാൾ സത്യങ്ങൾ പറയൂലേ, പിന്നെ നമ്മളുടെയൊക്കെ ജീവിതം എന്താവുമെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ണനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കാം, മോളും എന്തെങ്കിലും കാരണം പറഞ്ഞ് കണ്ണനെ കൊണ്ട് പെട്ടെന്ന് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, എന്തായാലും ഞാൻ ചായ കൊടുക്കട്ടെ എന്നും പറഞ്ഞ് മോഹിനി ചായയായിട്ട് പോകുന്നുണ്ട്. മോഹിനി കണ്ണന് ചായ കൊണ്ടു കൊടുത്ത സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അയാൾ ഏത് റൂമിലാണ് കിടക്കണേന്ന് ചോദിക്കുമ്പം അത് അപ്പുറത്തെ റൂമിലാണ് മോനെ, എന്തിനാന്ന് ചോദിക്കുമ്പം എനിക്കൊന്ന് അയാളെ കാണാനാ, അയാൾ ഉറങ്ങുവാന്ന് അല്ലേ പറഞ്ഞ്, എന്തായാലും ഞാനൊന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് കണ്ണൻ പോകാൻ തുടങ്ങുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇപ്പോൾ പോകണ്ട മോനെ, എന്തായാലും പ്രതാപേട്ടന് ഉറങ്ങാല്ലേ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മോനക്ക് കാണാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ റൂമിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കണ്ണനൊക്കെ വന്നു എന്ന് തോന്നണമല്ലോ, അപ്പുറത്ത് ഭയങ്കര സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണൻ എന്നെ കാണാൻ വരാതിരിക്കുമോ, എന്തായാലും ഒന്ന് വിളിച്ച് ചോദിക്കാം കണ്ണനാണോ എന്ന് അറിയാലോ എന്നും പറഞ്ഞ് ഈ പ്രതാപനാണെങ്കിൽ മോഹിനി നീ വന്നോടി, കണ്ണൻ വന്നിട്ടുണ്ടോ, കണ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമെന്ന് പറയുന്നു. അത് കേട്ടതും നമ്മളുടെ മോഹിനിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അയാൾ എഴുന്നേറ്റല്ലോ, അയാളല്ലേ വിളിക്കണേ, എന്തായാലും ഞാൻ പോയി അയാളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് കണ്ണൻ ഈ പ്രതാപൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ മോഹിനിക്ക് കണ്ണനെ തടയാനൊന്നും പറ്റണില്ല, വല്ലാത്തൊരവസ്ഥയെ തന്നെയാണ്. അങ്ങനെ കണ്ണൻ റൂമിലേക്ക് ചെന്നതും പ്രതാപനാണെങ്കിൽ, മോനെ കണ്ണ നീ വന്നോടാ, എനിക്ക് സന്തോഷമായി, ഞാൻ എത്ര ദിവസമായി നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു, ഞാൻ ആ മഹാലക്ഷ്മിയോടും കരുണേനോടും എല്ലാവരോടും പറഞ്ഞു നിന്നോട് സത്യങ്ങൾ പറയാൻ, നിങ്ങൾക്ക് എന്നോട് എന്ത് സത്യമാണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും അല്ലടാ, അന്ന് നീയും നിൻ്റെ അച്ഛനും ബൈക്കിൽ പോയില്ലേ, അന്ന് ആ ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റി നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണ്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് കണ്ണൻ അറിയാതെ തന്നെ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ട് പ്രതാപൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട്, താനാണല്ലേ എൻ്റെ ജീവിതം തകർത്തത്, എൻ്റെ അച്ഛനെ കൊന്ന തന്നെ ഞാനിനി ജീവനോടെ വിടില്ല എന്നും പറഞ്ഞ് കഴുത്തിൽ ഞെക്കി പിടിച്ച് നിൽക്കുമ്പം പ്രതാപനാണെങ്കിൽ ശ്വാസം കിട്ടാതെ കണ്ണു മിഴിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.